കൊല്ലം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ ഹർജിയിൽ ഇന്ന് വിധി. തിരുവല്ല കോടതി രാവിലെ 11-ന് വിധി പറയും. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പ്രോസിക്യൂഷൻ. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 17 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് കൊടകര MBA കോളേജിൽ നിന്നുള്ളവർ. കലയുടെ പൂരം തകർത്താടുന്നു. തൃശൂർ കലോത്സവത്തിൽ കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. നാടകവും സംഘനൃത്തവും അടക്കം ഇന്നരങ്ങിൽ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ആദ്യ ട്രെയിൻ ഹൌറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിൽ 3250 കോടി രൂപയുടെ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും സന്ധിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ 2 വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടിയിട്ട് സ്വീകരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. വേദി കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ സമാപന സമ്മേളനം. തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന മുന്നറിയിപ്പുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. ഇറാനിൽ സാഹചര്യം ഭീതിജനകമെന്ന് മടങ്ങിയെത്തിയവർ. കൂടുതൽ പേരുടെ ഒഴിപ്പിക്കൽ തുടരുന്നു.